വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അഞ്ജലി ദേവദാസ് ബയോഹബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡെവലപ്മെൻറ്റൽ ബയോളജി ടോപ്പിക് ക്ലീവേജ്. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് പോകാം. ക്ലീവേജ്. ദ സൈഗോട്ട് ഹാസ് 2 പോൾസ്. അപ്പോൾ സൈഗോട്ട് എന്ന് പറയുമ്പോൾ അതിന് 2 പോൾസ് ഉണ്ട്, അനിമൽ പോൾ ആൻഡ് വെജിറ്റൽ പോൾ. അനിമൽ പോൾ എന്ന് പറയുമ്പോൾ അത് ആക്റ്റീവ് പോളും വെജിറ്റൽ പോൾ ഇനാക്റ്റീവ് പോളാണ്. അനിമൽ പോൾ നോക്കാം. ആക്റ്റീവ് പോൾ, ഇറ്റ് ഈസ് ദ അപ്പർ പാർട്ട് ഓഫ് ദ എഗ് സെൽ. അപ്പോൾ അനിമൽ പോൾ എന്ന് പറയുമ്പോൾ ഒരു എഗ് സെല്ലിൻ്റെ അപ്പർ പാർട്ടിനെയാണ് അനിമൽ പോൾ എന്ന് പറയുന്നത്. ന്യൂക്ലിയസ് ഈസ് പ്രസൻറ്റ് ഇൻ ദിസ് റീജിയൻ. അപ്പോൾ ന്യൂക്ലിയസ് കാണുന്നത് അനിമൽ പോളിൻ്റെ ഭാഗത്താണ്. അതുമാത്രമല്ല സൈറ്റോപ്ലാസം ഏറ്റവും കൂടുതലുള്ളത് അനിമൽ പോളിലാണ്. പക്ഷേ യോക്ക് എപ്പോഴും കുറവായിരിക്കുമല്ലോ അനിമൽ പോളിൽ. ഫെർട്ടിലൈസേഷൻ യൂഷ്വലി ഹാപ്പൻസ് ഹിയർ. അതുപോലെ തന്നെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നതും ഈ ഒരു ഭാഗത്താണ്. ക്ലീവേജ് സ്റ്റാർട്ട് ഫ്രം ദിസ് പോയിന്റ്. ഈ ഒരു അനിമൽ പോളിലാണ് ക്ലീവേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സെൽ ഡിവൈഡ് മോർ ക്വിക്ലി ഹിയർ. അതുപോലെ തന്നെ സെല്ല് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഭാഗത്ത് വെച്ചാണ്. സെൽസ് ഫോംസ് ആർ സ്മോളർ ആൻഡ് മോർ ഇൻ നമ്പർ. ഇവിടെ ഉണ്ടാകുന്ന സെൽസ് എന്ന് പറയുന്നത് ചെറിയ കുഞ്ഞു സെല്ലുകളാണ്, പക്ഷെ കൂടുതൽ എണ്ണം ഉണ്ടാകും. ആൻഡ് പോളാർ ബോഡീസും ഉണ്ടാകുന്നത് ഇവിടെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പറയുന്നത്? സൈഗോട്ടിന് 2 പോൾസ് ഉണ്ട്, അനിമൽ പോളുണ്ട് വെജിറ്റൽ പോളുണ്ട്. അനിമൽ പോൾ എന്ന് പറയുന്നത് ഒരു എഗ് സെല്ലിൻ്റെ അപ്പർ പാർട്ടിലുള്ളതാണ്. ന്യൂക്ലിയസ് ഉള്ളത് ഈ ഒരു ഭാഗമാണ്. സൈറ്റോപ്ലാസം ഉള്ളത് കൂടുതലുള്ളതും ഈ ഒരു ഭാഗമാണ്. യോക്ക് പക്ഷെ വളരെ കുറവായിരിക്കുള്ളൂ. ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്, ക്ലീവേജ് നടക്കുന്നത് ഒക്കെ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ സെല്ലുകൾ പെട്ടെന്ന് ക്വിക്ലി ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. ഉണ്ടാവുന്ന സെല്ലുകൾ സ്മോളുമാണ്, കൂടുതൽ നമ്പേഴ്സ് ഉണ്ടാവും. പോളർ ബോഡീസും ഫോം ചെയ്യുന്നത് അനിമൽ പോൾ വെച്ചിട്ടാണ്. ഇനി വെജിറ്റൽ പോൾ എന്ന് പറയുന്നത് അത് ഈ ഒരു എക്സലിന്റെ ലോവർ പാർട്ടാണ്. അനിമൽ പോളിന് ഓപ്പോസിറ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു ഭാഗമാണ് എന്തെന്ന് പറയുന്നത് വെജിറ്റൽ പോൾ എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ യോക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ യോക്ക് ഏറ്റവും കൂടുതലുള്ളത് ഈ പറയുന്ന വെജിറ്റൽ പോളിൻ്റെ ഭാഗത്താണ്. ആൻഡ് ദിസ് യോക്ക് ഗീവ്സ് ന്യൂട്രിയൻസ് ടു ദ എംബ്രിയോ. അപ്പോൾ ഈ ഒരു യോക്ക് എന്തിനാണ്? യോക്കാണ് എംബ്രിയോക്ക്, ഡെവലപ്പിംഗ് എംബ്രിയോന് വേണ്ട ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. സൈറ്റോപ്ലാസം വളരെ കുറവാണ്, നമുക്കറിയാം. പിന്നെ ക്ലീവേജ് ഒക്കെ ഭയങ്കര സ്ലോവർ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് യോക്ക് ഡിലേ സെൽ ഡിവിഷൻ ഇൻ ദിസ് റീജിയൻ. ഈ യോക്ക് ഉള്ളത് കൊണ്ട് സെൽ ഡിവിഷനൊക്കെ ഇങ്ങനെ ഇട്ട് വൈകിപ്പിക്കും, കാരണം യോക്ക് ഉള്ളത് കൊണ്ടാണ്. ആൻഡ് സെൽസ് ആർ ലാർജർ ബട്ട് ഫ്യൂവർ ഇൻ നമ്പർ ഡ്യൂ ടു ദി യോക്ക്. അതായത് ലാർജ് സെൽസുകൾ കുറേ ഉണ്ടാവും, പക്ഷെ കുറച്ചെണ്ണം ഉണ്ടാവുള്ളൂ, കാരണം യോക്ക് ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? സൈഗോട്ടിന് 2 പോൾസ് ഉണ്ട്, അനിമൽ പോളുണ്ട് വെജിറ്റൽ പോളുണ്ട്. അനിമൽ പോൾ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ആക്റ്റീവാണ്, കാരണം അവിടെ ന്യൂക്ലിയസ് ഉണ്ട്, സൈറ്റോപ്ലാസം കൂടുതലാണ്, ഫെർട്ടിലൈസേഷൻ നടക്കുന്നുണ്ട്, ക്ലീവേജ് നടക്കുന്നുണ്ട്, സെൽസ് പെട്ടെന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉണ്ടാവുന്ന സെല്ലുകൾ എന്ന് പറയുമ്പോൾ ചെറുതുമായിക്കുള്ളൂ, കുറേ എണ്ണം ഉണ്ടായിരിക്കും. പോളർ ബോഡീസൊക്കെ ഉള്ളത് ഇവിടെയാണ്. വെജിറ്റൽ പോൾ എന്ന് പറയുന്നത് ലോവർ ഭാഗത്താണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ യോക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. യോക്കാണ് ഡെവലപ്പിംഗ് എംബ്രിയോയ്ക്ക് വേണ്ട ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ സൈറ്റോപ്ലാസം കുറച്ചേ ഉള്ളൂ, ക്ലീവേജ് ഒക്കെ ഭയങ്കര സ്ലോ ആണ്, സെൽ ഡിവിഷനൊക്കെ ഭയങ്കര ഡിലേ ആണ്, കാരണം യോക്ക് ഉള്ളത് കൊണ്ട് സെൽ ഡിവിഷൻ ഭയങ്കര ഡിലേ ആണ്. ഓക്കെ, ഇനി ക്ലീവേജ് പ്രോസസ്സ് നോക്കാം. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ദ സൈഗോട്ട് അണ്ടർഗോ റാപ്പിഡ് മൈറ്റോട്ടിക് സെൽ ഡിവിഷൻ. ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സൈഗോട്ടിന് എന്ത് സംഭവിക്കും? മൈറ്റോട്ടിക്കലി അത് ഡിവൈഡ് ചെയ്യും. ദ ഓവറോൾ സൈസ് ഓഫ് ദ എംബ്രിയോ ഡസ് നോട്ട് ഇൻക്രീസ്. അതായത് ഈ സെല്ല് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ എംബ്രിയോന്റെ സൈസിന് വേറെ മാറ്റമൊന്നുമില്ല, ഓവറോൾ സൈസ് ഒരിക്കലും ഇൻക്രീസ് ചെയ്യുന്നില്ല, മനസ്സിലായോ? ഇൻസ്റ്റഡ് ദ എഗ് ഈസ് ഡിവൈഡഡ് ഇൻ ടു സ്മോൾ സെൽസ്. അതായത് ആ സെല്ല് എന്താ ചെയ്യുന്നത്? സെല്ല് ഇങ്ങനെ കുഞ്ഞു സെല്ലുകളായിട്ട്, അതായത് ബ്ലാസ്റ്റോമിയേഴ്സ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ക്ലീവേജ് ഇൻക്രീസസ് ദ നമ്പർ ഓഫ് ബ്ലാസ്റ്റോമിയർ ഫോമിംഗ് എ സോളിഡ് ബോർഡ് ലൈക്ക് സ്റ്റേജ് കോൾഡ് മോറൂല. അതായത് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ക്ലീവ് ചെയ്യുമ്പോൾ ബ്ലാസ്റ്റോമീസിൻ്റെ എണ്ണം ഇങ്ങനെ കൂടി വരും. അങ്ങനെ ഒരു 16 ഒടുങ്ങി 32 സെൽസ് ആയിട്ടുള്ള മോറുല എന്ന് പറയുന്ന ഒരു സോളിഡ് ബോൾ ലൈക്ക് സ്റ്റേജ് ആയിട്ട് മാറും. ഓക്കെ, ലേറ്റർ ഫ്ലൂയിഡ് കളക്ട്സ് ഇൻസൈഡ്. അത് കഴിഞ്ഞിട്ട് ഇതിനുള്ളിൽ കുറച്ച് ഫ്ലൂയിഡ് കളക്ട് ചെയ്തിട്ട് ഒരു ക്യാവിറ്റി ഫോം ചെയ്യും. ആ ഒരു ക്യാവിറ്റിനെയാണ് ബ്ലാസ്റ്റോസീൽ എന്ന് പറയുന്നത്. ആ ഒരു ബ്ലാസ്റ്റോസീൽ അടങ്ങുന്ന ആ ഒരു എംബ്രിയോനെ നമ്മൾ ബ്ലാസ്റ്റുല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇൻ ബ്ലാസ്റ്റുല 2 റീജിയൻസ് ആർ സീൻ. അപ്പോൾ ഈ ബ്ലാസ്റ്റുല നോക്കുകയാണെങ്കിൽ അതിൽ 2 ഭാഗങ്ങളുണ്ട്. ഇന്നർ സെൽമാസ് ഉണ്ട്, അതുപോലെ തന്നെ ട്രോഫോബ്ലാസ്റ്റ് ഉണ്ട്. ഇന്നർ സെൽമാസ് ആണ് ഫ്യൂച്ചർ എംബ്രിയോ ആയിട്ട് മാറുന്നത്. ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അത് ഈ ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് ശരിക്കും പറഞ്ഞാൽ എന്താണ് യൂട്രസിൻ്റെ ഒക്കെ അവിടെ വന്ന് ഇംപ്ലാന്റ് ചെയ്യുന്ന ആ ഒരു ഭാഗം എന്ന് പറയുന്നതും ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ്. അത് ഇറ്റ് ഫോംസ് പ്രൊട്ടക്റ്റീവ് ആൻഡ് ന്യൂട്രീറ്റീവ് ലെയേഴ്സ്. ഓക്കെ, അതായത് പ്ലാസൻ്റെ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഉള്ളത് ഈ പറയുന്ന ട്രോഫോബ്ലാസ്റ്റ് ആണ്. ഓക്കെ, സോ ക്ലീവേജ് എന്ന് പറയുമ്പോൾ എന്താണ്? ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന സൈഗോട്ട് മൈറ്റോട്ടിക്കലി ഡിവൈഡ് ചെയ്യും,
ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ എന്താണ് സൈസ് കൂടുന്നില്ല, മൊത്തം ഓവറോൾ സൈസ് കൂടണില്ല, പക്ഷെ സെല്ലുകൾ ഇങ്ങനെ കൂടിക്കൂടി വരുന്നുണ്ട്. കുഞ്ഞ് സെല്ലുകളായിരിക്കും, പക്ഷെ ഇങ്ങനെ കൂടിക്കൂടി ബ്ലാസ്റ്റോമിയേഴ്സ് എന്ന് പറയും ആ സെല്ലുകൾ. ഓക്കെ, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലീവ് ചെയ്യുമ്പോൾ ഒരു 16-32 സെൽ സ്റ്റേജ് ആയിട്ട് മാറും. ആ ഒരു സ്റ്റേജിനാണ് മോറുല എന്ന് പറയുന്നത്. അതിൽ കുറച്ച് ലിക്വിഡ് വന്ന് നിറയുമ്പോൾ ആ ഒരു ഇതിനാണ് ബ്ലാസ്റ്റോസിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബ്ലാസ്റ്റോസിൽ അടങ്ങുന്ന എംബ്രിയോണിക് സ്റ്റേജിനെയാണ് നമ്മൾ ബ്ലാസ്റ്റുല എന്ന് പറയുന്നത്. ബ്ലാസ്റ്റുല എന്ന് പറയുമ്പോൾ അതിന് 2 ഭാഗങ്ങളുണ്ട്. ഇന്നർ സെൽമാസ് ഉണ്ട്, പുറമേ ഉള്ള ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു ലെയർ ഉണ്ട്. ഇന്നർ സെൽമാസ് ആണ് ഫ്യൂച്ചർ എംബ്രിയോ ആയിട്ട് മാറുന്നത്. ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത് അത് പ്രൊട്ടക്റ്റീവ് ന്യൂട്രീറ്റീവ് ലെയേഴ്സ് ആയിട്ടാണ് മാറുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന സൈറ്റോപ്ലാസം മാത്രമാണ് ഡിവൈഡ് ചെയ്യുന്നത്, യോക്ക് ഡിവൈഡ് ചെയ്യുന്നില്ല. ക്ലീവേജ് എപ്പോഴും നടക്കുന്നത് സൈറ്റോപ്ലാസം ഉള്ള ഒരു ഭാഗത്തായിരിക്കുള്ളൂ. ഓക്കെ, സോ ഇനടുത്തത് ഇൻഡിറ്റർമിനേറ്റ് ക്ലീവേജ് എന്താണെന്ന് നോക്കാം. ഡിറ്റർമിനേറ്റ് ക്ലീവേജ് ഇൻ സം ആനിമൽ ദ ഫേറ്റ് ഓഫ് ബ്ലാസ്റ്റോമിയേഴ്സ് cells formed after cleavage is fixed very early and each cell has a specific role. അപ്പോൾ ഡീറ്റർമിനേറ്റ് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ചില അനിമൽസിന് ഓരോ ബ്ലാസ്റ്റോമിയേഴ്സ് എന്താവണം എന്നുള്ളത് അത് നേരത്തെ ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ഓരോ സെല്ലിനും അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് റോൾ ഉണ്ട്. ഇൻഡിറ്റർമിനേറ്റ് ക്ലീവേജ് എന്ന് വെച്ചാൽ ഇൻ അതർ ആനിമൽ ഈവൻ ഇഫ് എ ബ്ലാസ്റ്റോമിയർ ഇസ് സെപ്പറേറ്റഡ് ഇറ്റ് ക്യാൻ സ്റ്റിൽ ഫോം എ കംപ്ലീറ്റ് എംബ്രിയോ. ഇൻഡിറ്റർമിനേറ്റ് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്ലീവേജ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ബ്ലാസ്റ്റോമിയേഴ്സ് ഒക്കെ സെപ്പറേറ്റ് ചെയ്താൽ പോലും എന്താണോ അത് ആവേണ്ടത് അതിന് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു എംബ്രിയോ ആയിട്ട് മാറാനായിട്ട് സാധിക്കും. പക്ഷേ ഡിറ്റർമിനേറ്റ് ക്ലീവേജ് എന്ന് വെച്ചാൽ അവർക്ക് ഓരോ സെല്ലിനും ഇന്നതാവണം എന്നുള്ളത് ഫെയ്റ്റ് ആണ്. ആ ഒരു ഫെയ്റ്റ് എന്തായാലും നേരത്തെ ഏർലി ഫിക്സഡ് ആണ്. സപ്പോസ് എങ്ങാനും പോയി കഴിഞ്ഞാൽ ഡിഫക്റ്റീവ് ആയിട്ടുള്ള എംബ്രിയോ ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഇതിനടുത്തത് ക്ലീവേജ് പ്ലെയിൻസ് നോക്കാം. ഡ്യൂറിങ് ക്ലീവേജ് ദ സൈഗോട്ട് ഡിവൈഡ് അലോങ് സ്പെസിഫിക് പ്ലെയിൻസ് ഓർ ആക്സിസ്. അപ്പോൾ നമുക്ക് നോക്കാം, ക്ലീവേജിൻ്റെ സമയത്ത് സൈഗോട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് ഫസ്റ്റ് വൺ മെറിഡോണിയൽ പ്ലെയിൻ, ഡിവിഷൻ റൺ ഫ്രം അനിമൽ പോൾ ടു വെജിറ്റൽ പോൾ. അപ്പോൾ ഈ നമുക്ക് നോക്കാം, ഈ ഓരോ ക്ലീവേജ് നടക്കുമ്പോൾ സൈഗോട്ട് ഇങ്ങനെ പല പ്ലെയിൻസിലാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് മുറിഞ്ഞു പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മെറിഡോണിയൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ദ ഡിവിഷൻ റൺ ഫ്രം, അതായത് അനിമൽ പോളിൽ നിന്ന് വെജിറ്റൽ പോളിലേക്കാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ബ്ലാസ്റ്റോമിയർ ഫോംഡ് ആർ ഓൾമോസ്റ്റ് ഈക്വൽ ഇൻ സൈസ്. കറക്റ്റ് നടുക്ക് വെച്ചിട്ട് ആ ഒരു മിഡിൽ ഭാഗത്തായിട്ടാണ് ഇങ്ങനെ ആ ഒരു പ്ലെയിൻ അനിമൽ പോളിൽ നിന്ന് വെജിറ്റൽ പോളായിട്ടാണ് ആ ഒരു അങ്ങനെ വെച്ചിട്ടാണ് അത് കട്ട് ചെയ്യുന്നത്. സോ കറക്റ്റ് ഈക്വൽ സൈസിൽ നമുക്ക് കിട്ടും ബ്ലാസ്റ്റോമിയേഴ്സിന്. ഓക്കെ, അതാണ് മെറിഡോണിയൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ഇനി ഇക്വിറ്റോറിയൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഡിവിഷൻ ഒക്കേഴ്സ് ഹൊറിസോണ്ടലി ബിറ്റ്വീൻ അനിമൽ ആൻഡ് വെജിറ്റൽ പോൾസ്. അപ്പോൾ അനിമൽ പോൾസിനും വെജിറ്റൽ പോളും നടുക്ക് ഇങ്ങനെ ഹൊറിസോണ്ടലി ആണ് ഇങ്ങനെ മുറിക്കുന്നത്. ദ എമൗണ്ട് ഓഫ് യോക്ക് ക്യാൻ അഫക്ട് ദ പൊസിഷൻ ഓഫ് ദിസ് പ്ലെയിൻ. അതായത് ആ യോക്കിലുള്ള എമൗണ്ട് അതിനെ ബാധിക്കുന്നുണ്ട്, ആ ഒരു പ്ലെയിൻ്റെ പൊസിഷനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടലി ആണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മെറിഡോണിയൽ പ്ലെയിൻ എന്ന് പറയുമ്പോൾ അനിമൽ പോൾ വെജിറ്റൽ പോൾ നടുക്കേ കൂടിയാണ്, അത് കറക്റ്റ് ഈക്വൽ സൈസ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഇക്വറ്റോറിയൽ പ്ലെയിൻ എന്ന് പറയുന്നത് അനിമൽ പോളിനും വെജിറ്റൽ പോളിനും നടുക്കായിട്ട് ഹൊറിസോണ്ടലി ആണ് ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് ലാറ്റിറ്റ്യൂഡിനൽ പ്ലെയിൻ നമ്മൾ ഹൊറിസോണ്ടലോ ട്രാൻസ്വേഴ്സ് പ്ലെയിൻ എന്നൊക്കെ പറയാറുണ്ട്. ഡിവിഷൻ റൺ പാരലൽ ടു ദി ഇക്വേറ്റർ, അതായത് കറക്റ്റ് എന്താണ് ഇക്വേറ്ററിൻ്റെ അടുത്തേക്കൂടെ അല്ല, അതായത് ഇക്വേറ്ററിന് പാരലൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഡിവിഷൻ റൺ പാരലൽ ടു ദ ഇക്വേറ്റർ ആൻഡ് ഇൻ യോക്ക് റിച്ച് എഗ് ദിസ് കോസ് അൺഈക്വൽ സെൽ ഡിവിഷൻ. അതായത് പ്രത്യേകിച്ച് യോക്കുള്ള എഗ് ആണെങ്കിൽ അൺഈക്വൽ സെൽ ഡിവിഷൻ ആണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ മെറിഡോണിയൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ അനിമൽ പോളിനും വെജിറ്റൽ പോളിൽ കൂടെയാണ്, അതായത് അനിമൽ പോളിൽ നിന്ന് വെജിറ്റൽ പോളിലേക്ക് ഈക്വലി ആണ് മുറിക്കുന്നത് മെറിഡോണിയൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ. പിന്നെ ഇക്വിറ്റോറിയൽ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടലി, അതായത് അനിമൽ പോളിനും വെജിറ്റൽ പോളിനും നടുക്കേ കൂടെ ഹൊറിസോണ്ടലി ഈക്വലി ആയിട്ട് തന്നെയാണ് അവിടെയും ഡിവൈഡ് ചെയ്യുന്നത്. ലാറ്റിറ്റ്യൂഡിനൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഇക്വിറ്ററിന് പാരലൽ ആയിക്കുള്ളൂ, പക്ഷെ അതൊരിക്കലും ഈക്വൽ ആയിട്ട് കിട്ടില്ല, അൺഈക്വൽ ആയിട്ടുള്ള സെൽ ഡിവിഷനാണ് നടക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് യോക്കിൻ്റെ എമൗണ്ടും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ ബേസ് ചെയ്തിട്ട് ഉള്ള ക്ലീവേജിൻ്റെ ഡിവിഷൻസ് നോക്കാം. അപ്പോൾ ടൈപ്സ് ഓഫ് ക്ലീവേജ് ബേസ്ഡ് ഓൺ യോക്ക്, എമൗണ്ട് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഫസ്റ്റ് ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജിനെ നമ്മൾ കംപ്ലീറ്റ് ക്ലീവേജ് എന്ന് പറയും. ദ എൻറ്റയർ സൈഗോട്ട് ഡിവൈഡ്. അപ്പോൾ ഈ ഒരു ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ
മൊത്തം കംപ്ലീറ്റ് സൈഗോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെയർ സൈഗോട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. സീൻ ഇൻ എഗ് വിത്ത് ലെസ് യോക്ക് ഓർ മോഡറേറ്റ് യോക്ക്. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലീവേജ്, ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് കാണിക്കുന്നത് യോക്ക് വളരെ കുറവുള്ള എഗ്ഗുകളിലാണ്. അതായത് യോക്ക് വളരെ കുറവുള്ള എഗ്ഗ് എന്ന് പറയുമ്പോൾ ഒളിഗോലിസിത്തൽ എന്ന് പറയും. അല്ലെങ്കിൽ മോഡറേറ്റ് അളവിൽ യോക്കുള്ളത്, അതിനെ നമ്മൾ മീസോലിസിത്തൽ എന്ന് പറയും, അങ്ങനെയുള്ള എഗ്ഗുകളെ. ഓക്കെ, അപ്പോൾ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ക്ലീവേജ് ആണ്. ആ എൻ്റയർ സൈഗോട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ യോക്കിൻ്റെ അളവ് വളരെ കുറവുള്ളതിലോ മോഡറേറ്റ് അളവ് യോക്കോ ഉള്ള എഗ്ഗുകളിലാണ് കാണുന്നത്. ഇഫ് യോക്ക് ഈസ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ക്ലീവേജ് ഈസ് ഓൾമോസ്റ്റ് ഈക്വൽ. ഇപ്പോൾ യോക്ക് ശരിക്കും എല്ലായിടത്തും ഒരേപോലെ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള എഗ്ഗിന് ഐസോലിസിത്തൽ എഗ്ഗ് എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ള എഗ്ഗിലാണെങ്കിൽ ക്ലീവേജ് എപ്പോഴും ഓൾമോസ്റ്റ് ഈക്വൽ ആയിട്ടാണ് നടക്കുന്നത്. ഇനി ഇഫ് യോക്ക് ഈസ് കോൺസെൻട്രേറ്റഡ് ഓൺ വൺ സൈഡ്, അതായത് ഇപ്പോൾ യോക്ക് ഒരു ഭാഗത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളതിന് നമ്മളതിന് ടീലോലിസിത്തൽ എന്ന് പറയും. ഓക്കെ, ഇനി ഇപ്പം അനിമൽ പോളിൽ യോക്ക് കുറവാണ്, അതുകൊണ്ട് ക്ലീവേജ് പെട്ടെന്ന് നടക്കും. വെജിറ്റൽ പോളിൽ എങ്ങനെയാണ്, യോക്ക് കൂടുതലാണ്, അതുകൊണ്ട് എങ്ങനെയാണ് ക്ലീവേജ് ഭയങ്കര സ്ലോ ആയിരിക്കുള്ളൂ. അപ്പോൾ ഈ ഹ്യൂമൻസ് എന്നൊക്കെ പറയുമ്പോൾ യോക്ക് വളരെ കുറവാണ്. ഫ്രോഗ് എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് മോഡറേറ്റ് യോക്കാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവം മനസ്സിലായല്ലോ. ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എൻ്റയർ സൈഗോട്ട് ഡിവൈഡ് ചെയ്യും. ഇത് കാണുന്നത് കുറച്ച് എഗ് ഉള്ളതിലും കുറച്ച് യോക്ക് ഉള്ളതിലും അതുപോലെ തന്നെ മോഡറേറ്റ്ലി യോക്ക് ഉള്ള ആളുകളിലാണ്. ഓക്കെ, ഇനി ഈ ഒരു ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. അതായത് ഈക്വൽ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് ഉണ്ട്, അൺഈക്വൽ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് ഉണ്ട്. അപ്പോൾ ഈക്വൽ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഐസോലിസിത്തൽ എഗ് ആയിരിക്കണം. ഐസോലിസിത്തൽ എന്ന് വെച്ചാൽ എല്ലായിടത്തും ഈവൻലി ആയിരിക്കണം, ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് യോക്കുള്ളതാണ് ഐസോലിസിത്തൽ എഗ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എഗ്ഗുകളിൽ ഈക്വൽ ആയിട്ടുള്ള ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് കാണിക്കും. കാരണം യോക്ക് വളരെ ലിറ്റിലുള്ളൂ, മാത്രമല്ല അത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. ദ ക്ലീവേജ് പ്രൊഡ്യൂസസ് ഈക്വൽ സൈസ്ഡ് ബ്ലാസ്റ്റോമിയസ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ക്ലീവേജിൻ്റെ ഫലമായിട്ട് ഈക്വൽ സൈസ്ഡ് ബ്ലാസ്റ്റോമിയസ് കിട്ടും. ഇതിന് എക്സാമ്പിൾ ആംഫിയോസെക്സ്, മാമൽസ് ഒക്കെ എന്താണ് ഈക്വൽ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്കൊക്കെ ഇപ്പോൾ മാമൽസ്, ഹ്യൂമൻ ബീങ്സ് ഇതൊക്കെ എങ്ങനെയാണ് ഈക്വൽ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് ആണ്. കാരണം അവർക്ക് ഒന്നാമത് യോക്ക് വളരെ കുറവാണ്, ഉള്ള യോക്കാണെങ്കിൽ നല്ല നീറ്റായിട്ട് ഈവൻലി സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ട് എന്താണ് ഈക്വൽ സൈസ് ആയിട്ടുള്ള ബ്ലാസ്റ്റോമിയസ് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിന് എക്സാമ്പിൾ ആംഫിയോസെക്സും മാമൽസുമാണ്. ഈ അൺഈക്വൽ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത് ടീലോലിസിത്തൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു എൻഡിൽ കൂടുതൽ, ഏതെങ്കിലും എൻഡിലായിരിക്കുള്ള കൂടുതൽ യോക്ക് കാണുന്നത്. അതായത് ഇപ്പോൾ ഫ്രോഗിൻ്റെ കേസിലൊക്കെ എന്താണ്, അവർക്ക് വെജിറ്റൽ പോളിൽ മോഡറേറ്റ് യോക്കാണ്. അതായത് കൂടുതൽ യോക്കല്ല, എന്നാലും ഒരു മോഡറേറ്റ് യോക്കാണ് ഫ്രോഗിൻ്റെ കേസിലൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അൺഈക്വൽ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് ആണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവർക്ക് എങ്ങനെയാണ്, അനിമൽ പോളിൽ സെൽസ് സ്മോളും കുറേ ഉണ്ടാവും, വെജിറ്റൽ പോളിൽ ലാർജ് ആയിരിക്കുള്ളൂ, പക്ഷെ കുറച്ചേ ഉണ്ടാകുള്ളൂ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഓക്കെ, അപ്പോൾ അൺഈക്വൽ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജിൻ്റെ ഫലമായിട്ട് അൺഈക്വൽ ആയിട്ടുള്ള ബ്ലാസ്റ്റോമിയ സൈക്കിൾ കിട്ടുന്നത്. അതിൽ അനിമൽ പോൾ നോക്കുകയാണെങ്കിൽ സെൽസുകൾ കുഞ്ഞു സെൽസുകളാണ്, പക്ഷേ കുറേ സെൽസുകളുണ്ടാകും. കാരണം അനിമൽ പോളിൽ യോക്ക് കുറവായതുകൊണ്ട് റാപ്പിഡ് ക്ലീവേജ് നടക്കുന്നുണ്ട്. വെജിറ്റൽ പോളിലാണ് കുറച്ചും കൂടി യോക്കുള്ളത്, അതുകൊണ്ട് ആ ഒരു ഭാഗത്തെ സെല്ലുകൾ കുറച്ച് ലാർജ് ആയിരിക്കുള്ളൂ, പക്ഷെ കുറച്ച് എണ്ണമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ക്ലീവേജ് വളരെ സ്ലോ ആയിരിക്കുള്ളൂ ആ ഒരു ഭാഗത്ത്. അതാണ് അൺഈക്വൽ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ്. അപ്പോൾ ഡൗട്ട് ഉണ്ടോ? ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് വെച്ചാൽ സൈഗോട്ടിനെ എൻ്റർലി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഹോളോബ്ലാസ്റ്റിക് ഈക്വലുണ്ട്, അൺഈക്വലുണ്ട്. ഈക്വൽ എന്ന് പറയുന്നത് നമ്മളുടെ ഐസോലിസിത്തൽ എഗ് ആകുമ്പോൾ യോക്കൊക്കെ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആണ്. അതുകൊണ്ട് നമുക്ക് രണ്ട് ഈക്വൽ സൈസ് ആയിട്ട് കിട്ടും. അതിന് എക്സാമ്പിൾ ആംഫിയോസെക്സിൻ്റെയും അതുപോലെ തന്നെ മാമൽസിൻ്റെയുമാണ്. അൺഈക്വൽ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താ സംഭവം? അൺഈക്വൽ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത് മോഡറേറ്റ് യോക്കുള്ള ആൾക്കാർ, അതായത് ഇപ്പോൾ നമ്മുടെ ഫ്രോഗിനൊക്കെ വെജിറ്റൽ പോളിൻ്റെ ഭാഗത്ത് മോഡറേറ്റ് യോക്കാണ്, പിന്നെ അനിമൽ പോളിൻ്റെ ഭാഗത്ത് യോക്ക് കുറവുമായിരിക്കുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് അൺഈക്വൽ ഹോളോബ്ലാസ്റ്റിക് ക്ലീവേജിന്. അപ്പോൾ ടീലോലിസിത്തൽ എഗ് എന്ന് പറയുമ്പോൾ അവരുടെയൊക്കെ വെജിറ്റൽ പോളിൻ്റെ ഭാഗത്തായിരിക്കുള്ളൂ കൂടുതൽ യോക്ക് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ക്ലീവേജ് ആണ് മീറോബ്ലാസ്റ്റിക് ക്ലീവേജ്. നമ്മളതിനെ പാർഷ്യൽ ക്ലീവേജ് എന്ന് പറയും. ഒൺലി എ പാർട്ട് ഓഫ് എഗ് ഡിവൈഡ് ബിക്കോസ് യോക്ക് ഈസ് വെരി ലാർജ്. അതായത് ഇവിടെ മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഹോളോബ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ കംപ്ലീറ്റ് ആയിട്ട് സൈഗോട്ടിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറയുമ്പോൾ പാർഷ്യൽ ക്ലീവേജ് ആണ്. കാരണം ഇവരുടെ യോക്ക് എന്ന് പറയുന്നത് വളരെ കൂടുതൽ ഭാഗത്ത് യോക്ക് ആയതുകൊണ്ടാണ്. അതായത് മാക്രോലിസിത്തൽ എന്ന് വെച്ചാൽ ധാരാളം യോക്കുള്ള ഇതാണ്. മെഗാലിസിത്തൽ എഗ്ഗുകൾ
ഇപ്പോൾ മാക്രോലിസ്റ്റൽ അല്ലെങ്കിൽ മെഗാലിസ്റ്റൽ എഗ്ഗുകളിൽ ഇപ്പോൾ നമുക്ക് ബേർഡ്സിൻ്റെ കേസിലൊക്കെ യോക്ക് കൂടുതലായിരിക്കുള്ളൂ. റെപ്റ്റൈൽസ് ആയാലും ഫിഷസ് ആയാലും അങ്ങനെയുള്ള ഇതെന്ന് പറയുന്നത് മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് ആണ് കാണിക്കുന്നത്. ഇനി അതിൽ തന്നെ കുറച്ച് ടൈപ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഡിസ്കോയിഡൽ ക്ലീവേജ്. ഡിസ്കോയിഡൽ ക്ലീവേജ് എന്ന് പറയുന്നത് വെരി ലാർജ് യോക്കാണ്. ഇവർക്ക് യോക്ക് എന്ന് വെച്ചതാണ് ഉള്ളത് ഭയങ്കര ലാർജ് യോക്കാണ്. ക്ലീവേജ് റെസ്ട്രിക്റ്റഡ് ടു എ ഡിസ്ക് ഓഫ് സൈറ്റോപ്ലാസം അറ്റ് അനിമൽ പോൾ. അപ്പോൾ ഡിസ്കോയിഡൽ എന്ന് പറയാൻ കാരണം അനിമൽ പോളിൻ്റെ ഒരു ഭാഗത്ത് ഒരു എന്താണ് ക്ലീവേജ് നടക്കുന്നത് അനിമൽ പോളിൻ്റെ അനിമൽ പോളിൻ്റെ ഭാഗത്ത് ഒരു ഡിസ്ക് പോലത്തെ ഒരു സൈറ്റോപ്ലാസം ഉണ്ടാവും. ആ ഒരു ഭാഗത്ത് മാത്രം നമുക്കറിയാം ക്ലീവേജ് നടക്കുന്നത് സൈറ്റോപ്ലാസം ഉള്ള ഭാഗത്താണ്. അപ്പോൾ ആകെ ഇവരുടെ സൈറ്റോപ്ലാസം എന്ന് പറയുന്നത് ഇങ്ങനെ കുറച്ച് ഡിസ്ക് ആയിട്ട് ഇരിക്കണം, ഒരു ഡിസ്ക് ഷേപ്പായിട്ട് ഇങ്ങനെ കുറച്ച് ഒരു ഭാഗത്തേ ഉള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗത്ത് മാത്രമേ ക്ലീവേജ് നടക്കുകയുള്ളൂ. അപ്പോൾ ക്ലീവേജ് റെസ്ട്രിക്റ്റഡ് ടു എ ഡിസ്ക് ഓഫ് സൈറ്റോപ്ലാസം അറ്റ് അനിമൽ പോൾ, അതാണ് ഡിസ്കോയിഡൽ ക്ലീവേജ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ബേർഡ്സ്, റെപ്റ്റൈൽസ്, ഫിഷസ് ഒക്കെയാണ്. ഓക്കെ, അപ്പോൾ ബേർഡ്സും റെപ്റ്റൈൽസും ഫിഷസ് ഒക്കെയാണ് എന്ത് ഡിസ്കോയിഡൽ ക്ലീവേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സൂപ്പർഫിഷ്യൽ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇൻസെക്ട്സിൻ്റെ കേസിലാണ് നമ്മൾ ഈ ഒരു സൂപ്പർഫിഷ്യൽ ക്ലീവേജ് എന്ന് കേട്ടിട്ടുള്ളത്. അതായത് യോക്ക് സെൻട്രലി പ്ലേസ്ഡ്. ഈ യോക്ക് എന്ന് പറയുന്നത് നടുക്കായിക്കുള്ളൂ, സെൻട്രലി ആയിക്കുള്ളൂ. ദ ന്യൂക്ലിയർ ഡിവൈഡ് ഫ്രീലി ഇൻ സൈറ്റോപ്ലാസം, ലേറ്റർ മൂവ് ടു പെരിഫറി ആൻഡ് ഫോം ബ്ലാസ്റ്റോഡോം. അതായത് സൂപ്പർഫിഷ്യൽ ക്ലീവേജ് എന്ന് പറയാൻ കാരണം ന്യൂക്ലിയസ് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ലാസ്റ്റ് കുറേ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ അറ്റത്ത് പെരിഫറിയിൽ മാത്രം ഇങ്ങനെ അറേഞ്ച് ചെയ്യും. അങ്ങനെ ഒരു ബ്ലാസ്റ്റോഡോം ഫോം ചെയ്യും. അതുകൊണ്ടാണ് ഇതിനെ സൂപ്പർഫിഷ്യൽ ക്ലീവേജ് എന്ന് പറയുന്നത്. അപ്പം സൂപ്പർഫിഷ്യൽ ക്ലീവേജ് എന്ന് വെച്ചാൽ നടുക്കായിക്കുള്ളൂ, യോക്ക് സെൻറ്ററിലായിക്കുള്ളൂ. അതുകൊണ്ട് ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്തിട്ട് പെരിഫറൽ ഭാഗത്തേക്ക് ഇങ്ങനെ മൂവ് ചെയ്തിട്ട് ബ്ലാസ്റ്റോഡോം ഫോം ചെയ്യും. അതിന് എക്സാമ്പിളാണ് ഇൻസെക്ട്സ്, അതായത് ആർത്രോപോഡ്സിലൊക്കെ സൂപ്പർഫിഷ്യൽ ക്ലീവേജ് ആണ്. അപ്പോൾ കിട്ടിയോ? അപ്പോൾ ഡിസ്കോയിഡൽ ക്ലീവേജ്. അപ്പോൾ ഈ പറയുന്ന മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് പറയുന്ന രണ്ട് ഡിവിഷൻസ് ആണ്. മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ പാർഷ്യൽ ക്ലീവേജ് ആണ്. കാരണം യോക്ക് ഉള്ളത് കൊണ്ട് പകുതി ഫുള്ളായിട്ട് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പാർഷ്യൽ ക്ലീവേജ് ആണ് നടക്കുന്നത്. അതിൽ തന്നെ രണ്ട് വിഭാഗങ്ങളുണ്ട്, ഡിസ്കോയിഡൽ ക്ലീവേജ് ഉണ്ട്, സൂപ്പർഫിഷ്യൽ ക്ലീവേജ് ഉണ്ട്. ഡിസ്കോയിഡൽ എന്ന് പറയുമ്പോൾ എന്താണ്? ബേർഡ്സ്, റെപ്റ്റൈൽസ്, ഫിഷസ്. കാരണം ഇവർക്ക് അനിമൽ പോളിൻ്റെ ഭാഗത്തൊരു കുറച്ച് ഭാഗത്ത് മാത്രമേ സൈറ്റോപ്ലാസം ഉള്ളൂ, ആ ഒരു ഭാഗത്ത് മാത്രമേ ക്ലീവേജും ആ ഒരു ഡിവിഷൻ നടക്കുന്നുള്ളൂ. സോ അതുകൊണ്ടാണ് ഇതിനെ ഡിസ്കോയിഡൽ ക്ലീവേജ് എന്ന് പറയുന്നത്. അപ്പോൾ ബേർഡ്സ്, റെപ്റ്റൈൽസ്, ഫിഷസിലൊക്കെയാണ് ഇത് കാണുന്നത്. സൂപ്പർഫിഷ്യൽ ക്ലീവേജ് എന്ന് പറയുമ്പോൾ കണ്ണും മുട്ടിയിരിക്കും ഇൻസെക്ട്സിൻ്റെ കേസാണ്. ഓക്കെ, ഇനി അടുത്തത് അക്കോർഡിംഗ് ടു ദ പൊസിഷൻ ഓഫ് ക്ലീവേജ് ഫറോ ദർ ആർ 3 മെയിൻ ടൈപ്സ് ഓഫ് ക്ലീവേജ്. ഈ ക്ലീവേജ് ഫറോൻ്റെ പൊസിഷൻ ബേസ് ചെയ്ത് 3 തരത്തിലുള്ള ക്ലീവേജ് ഉണ്ട്. റേഡിയൽ ക്ലീവേജ്, ബൈലാറ്ററൽ ക്ലീവേജ്, സ്പൈറൽ ക്ലീവേജ്. റേഡിയൽ ക്ലീവേജ് നോക്കാം. റേഡിയൽ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ദ സെൽസ് ഓഫ് അപ്പർ ടയർ ആർ അറേഞ്ച് എക്സാക്ട്ലി എബവ് ദ സെൽസ് ഓഫ് ലോവർ ടയർ. അതായത് ഇവിടെ റേഡിയൽ ക്ലീവേജിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് സെൽസ് താഴെ അതിൻ്റെ മേളിലായിട്ട് കുറച്ച് സെൽസ് ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ദ സെൽസ് ഓഫ് അപ്പർ ടയർ ആർ അറേഞ്ച് എക്സാക്ട്ലി അബവ് ദ സെൽസ് ഓഫ് ലോവർ ടയർ. താഴെയുള്ള സെൽസിന് കറക്റ്റ് മുകളിലായിട്ട് തന്നെ ആയിരിക്കുള്ളൂ മുകളിലുള്ള അപ്പർ ടയർ സെൽസുകൾ ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ഒരു റേഡിയൽ സിമട്രി ഇവർക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇതിന് റേഡിയൽ ക്ലീവേജ് എന്ന് പറയുന്നത്. സോ ദിസ് പ്രൊഡ്യൂസസ് റേഡിയൽ സിമട്രി അറൌണ്ട് ദി എംബ്രിയോ ആക്സിസ്. ഇതൊരു സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലീവേജ് ആണ്. അപ്പോൾ റേഡിയൽ ക്ലീവേജ് കാണുന്നത് എക്കിനോഡെർമേറ്റിലും വെർട്ടിബ്രേറ്റ്സിലൊക്കെ എങ്ങനെയാണ്? റേഡിയൽ ക്ലീവേജ് ആണ്. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഒരു ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, നാല് ബോൾസ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ 4 ബോൾസിന് കറക്റ്റ് മുകളിലായിട്ട് കറക്റ്റ് 4 ബോൾസ് ആ സെയിം പൊസിഷനിൽ തന്നെ ഇട്ട്, അപ്പോൾ നമുക്കിങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരു റേഡിയൽ സിമട്രി ഫീൽ ചെയ്യും. ഓക്കെ, അതാണ് റേഡിയൽ ക്ലീവേജ് എന്ന് പറയുന്നത്. അതൊരു സിംപ്ലസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലീവേജ് ആണ്. എക്കിനോഡെർമേറ്റിലും വെർട്ടിബ്രേറ്റ്സിലാണ് കാണുന്നത്. ഇനി അടുത്ത ക്ലീവേജ് ആണ് സ്പൈറൽ ക്ലീവേജ്. സ്പൈറൽ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ദ സെൽസ് ഓഫ് അപ്പർ ടയർ ആർ അറേഞ്ച്ഡ് ഇൻ എ സ്പൈറൽ പാറ്റേൺ. അതായത് ഇവിടെ അപ്പർ ടയറിലുള്ള സെൽസുകൾ ഇങ്ങനെ ഒരു സ്പൈറൽ പാറ്റേണിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരിക്കും ലോവർ ടയറിന് ഡയറക്ട്ലി എബോവ് അല്ല. ഓക്കെ, ആൻഡ് ദിസ് ലെഡ് ടു എ ബ്ലാസ്റ്റുല വിതൗട്ട് എ ബ്ലാസ്റ്റോസീൽ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണ്? ബ്ലാസ്റ്റോസീൽ ഇല്ലാത്ത ഒരു ബ്ലാസ്റ്റുലയാണ് കിട്ടുന്നത്. ഇത് അനലിഡ്സിലും മൊലുസ്കിലാണ് കാണുന്നത്. അപ്പോൾ സ്പൈറൽ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റേ റേഡിയൽ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 4 ബോൾസ് ഇങ്ങനെ ഇരിക്കണേ ആ കറക്റ്റ് പൊസിഷൻ, അതേ സെയിം പൊസിഷൻ തന്നെ 4 ബോൾസ് മുകളിൽ അങ്ങനെ കറക്റ്റ് അബോവ് ആയിട്ട് തന്നെ ഉണ്ടായിരുന്നത്. ഇനി സ്പൈറൽ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മളിപ്പോൾ ബലൂണൊക്കെ കുറേ ബലൂൺസ് ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ എന്നാണ് പല രീതിയിൽ നമുക്ക് തോന്നിയ രീതിയിൽ ഇങ്ങനെ വെക്കില്ല. അതായത് കറക്റ്റ് എബോവ് അല്ലാത്ത രീതിയിൽ ആ രീതിയിലാണ് സ്പൈറൽ ക്ലീവേജ്. ഇങ്ങനെ നമ്മൾ സ്പൈറലി ആയിക്കോളൂ, സ്പൈറൽ പാറ്റേണിൽ ആയിക്കോളൂ ഇങ്ങനെ അപ്പർ ടയർ എന്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് ബൈലാറ്ററൽ ക്ലീവേജ്. ബൈലാറ്ററൽ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ക്ലീവേജ് പ്ലെയിൻ പാസസ്
through the animal vegetal axis, dividing the egg into two equal half. അപ്പോൾ ബൈലാറ്ററൽ ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ആദ്യം കറക്റ്റായിട്ട് ഇതിനെ എന്താണ് ആ ഒരു അനിമൽ വെജിറ്റൽ ആക്സിസിൽ കൂടി ഇങ്ങനെ ആ ഒരു ക്ലീവേജ് പ്ലെയിൻ പാസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ ഒരു എഗ്ഗിനെ 2 ഈക്വൽ ഹാഫായിട്ട് മുറിക്കുന്നുണ്ട്. ഓക്കെ, സീൻ മെയിൻലി ഇൻ അസീഡിയൻസ്, അതായത് അതൊരു യൂറോകോഡേറ്റ് ആണ്. അസീഡിയൻസിലാണ് ബൈലാറ്ററൽ ക്ലീവേജ് കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ അനിമൽ വെജിറ്റൽ ആക്സിസിൽ കൂടെ പാസ് ചെയ്യും, ശരിക്കും സൈറ്റോപ്ലാസത്തിനെ ഈക്വലി ഡിവൈഡ് ചെയ്യും. ഇനി സെക്കൻഡ് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ പ്ലെയിൻ റൺസ് പാരലൽ ടു ദി അനിമൽ വെജിറ്റൽ ആക്സിസ്. അപ്പോൾ ആദ്യം നമ്മളിപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ ആദ്യം നമ്മൾ മുറിക്കുമ്പോൾ കറക്റ്റ് ഈക്വൽ ഹാഫ് കിട്ടി. അടുത്ത പ്ലെയിൻ എന്ന് പറയുന്നത് എന്താണ്? ഈ അനിമൽ വെജിറ്റൽ ആക്സിസിന് തന്നെ ഇങ്ങനെ പാരലൽ ആയിട്ടായിരിക്കുള്ളൂ രണ്ടാമത്തെ ക്ലീവേജ് ഇരിക്കുന്നത്. അപ്പോൾ എന്താ സംഭവിക്കുക? 2 ലാർജ് ആൻറ്റിയർ ബ്ലാസ്റ്റോമിയറും 2 സ്മോൾ പോസ്റ്റീരിയർ ബ്ലാസ്റ്റോമിയർ ആയിരിക്കുള്ളൂ കിട്ടുന്നത്. അപ്പോൾ 2 ലാർജ് ആൻറ്റിയർ ബ്ലാസ്റ്റോമിയറും 2 സ്മോൾ പോസ്റ്റീരിയർ ബ്ലാസ്റ്റോമിയർ കിട്ടുന്നത്. ഇതിനെയാണ് ബൈലാറ്ററൽ ക്ലീവേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് റൊട്ടേഷണൽ ക്ലീവേജ്. റൊട്ടേഷണൽ ക്ലീവേജ് എന്ന് പറയുന്നത് മാമൽസിലാണ് കാണുന്നത്. ഫസ്റ്റ് ക്ലീവേജ് എന്ന് പറയുന്നത് മെറിഡോണിയൽ ഡിവിഷനാണ്. മെറിഡോണിയൽ എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താണ് അനിമൽ പോൾ വെജിറ്റൽ പോളിൽ കൂടെ കറക്റ്റായിട്ട് പാസ് ചെയ്യില്ല, ആ മീഡിയൻ ആക്സിസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത്, അതാണ് മെറിഡോണിയൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ 2 ഈക്വൽ ഹാഫ് കിട്ടും. ഓക്കെ, അപ്പോൾ റൊട്ടേഷണൽ ക്ലീവേജ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് അനിമൽ പോളും വെജിറ്റൽ പോളിനും നടുക്കിയെ കൂടെ പോകും. ഇനി ഇൻ അതർ ബ്ലാസ്റ്റോമിയർ, അപ്പോൾ ഇനി സെക്കൻഡ് ക്ലീവേജിൽ എങ്ങനെയാണ്? 1 ബ്ലാസ്റ്റോമിയറിൽ മെറിഡോണിയൽ ഡിവിഷനാണ്, അതായത് അനിമൽ പോളും വെജിറ്റൽ പോളിലും കറക്റ്റായിട്ടാണ്. മറ്റേ ബ്ലാസ്റ്റോമിയറിൽ ഇങ്ങനെ ഇക്വറ്റോറിയൽ ഡിവിഷൻ എന്ന് വെച്ചാൽ അനിമൽ പോളിലും വെജിറ്റൽ പോളിലും നടുക്കി ഇങ്ങനെ ഇക്വറ്ററിന്റെ ഭാഗത്തിൽ കൂടെ പോയില്ലേ, അതായത് ഈക്വലി ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ രീതിയിലായിരിക്കുള്ള അടുത്ത ബ്ലാസ്റ്റോമിയർ കിട്ടുന്നത്. ആൻഡ് ബിക്കോസ് ഓഫ് ദിസ് ഡിഫറെന്റ് ഓറിയന്റേഷൻ, അതുകൊണ്ടാണ് ഇതിനെ വട്ടം തിരിക്കുന്ന റൊട്ടേഷണൽ ക്ലീവേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്ലീവേജ് കറക്റ്റ് മെറിഡോണിയൽ ഡിവിഷൻ ആണ്. രണ്ടാമത്തെ ക്ലീവേജിൽ ഒരു ബ്ലാസ്റ്റോമിയറിൽ ഇങ്ങനെ മെറിഡോണിയൽ ഡിവിഷൻ കാണിക്കും, മറ്റേ ബ്ലാസ്റ്റോമിയറിൽ ഇങ്ങനെ ഇക്വറ്റോറിയൽ ഡിവിഷൻ കാണിക്കും. അതുകൊണ്ട് ഇതിനെ റൊട്ടേഷണൽ ക്ലീവേജ് എന്നാണ് പറയുന്നത്. പിന്നെ ഡിറ്റർമിനേറ്റ് ക്ലീവേജ് ആൻഡ് ഇൻഡിറ്റർമിനേറ്റ് ക്ലീവേജ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്നാലും ഒന്ന് ഓർത്തേക്കുക. ഡിറ്റർമിനേറ്റ് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫെയ്റ്റ് ഓൾറെഡി നേരത്തെ ഫിക്സഡ് ആണ്. ഓരോ ബ്ലാസ്റ്റോമിയറും ഓരോ സ്പെസിഫിക് ഓർഗൻ അല്ലെങ്കിൽ സ്പെസിഫിക് പാർട്ടായിട്ട് മാറുന്ന ഒരാൾക്കാരാണ് ഡിറ്റർമിനേറ്റ് ക്ലീവേജ്. അതിന് എക്സാമ്പിൾ പഠിച്ചു വെക്കണം. അനിലിഡ്സ്, മൊലൂസ്ക്, അസീഡിയൻസിലൊക്കെ എങ്ങനെയാണ് ഡിറ്റർമിനേറ്റ് ക്ലീവേജ് ആണ്. ഇൻഡിറ്റർമിനേറ്റ് ക്ലീവേജ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫെയ്റ്റ് ഒരിക്കലും ഡിറ്റർമൈൻഡ് അല്ല, നേരത്തെ പ്രീ ഫിക്സഡ് അല്ല. അതുകൊണ്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു ബ്ലാസ്റ്റോമർ റിമൂവ് ചെയ്താൽ പോലും എംബ്രിയോയ്ക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു ഓർഗാനിസം ആയിട്ട് ആവാനായിട്ടുള്ള കഴിവുണ്ടാകും. ആൻഡ് ഈസ്റ്റ് ബ്ലാസ്റ്റോമർ ക്യാൻ ഫോം എനി പാർട്ട് ഓഫ് ദി എംബ്രിയോ. അതിന് എക്സാമ്പിളാണ് എക്കിനോഡേംസും വെർട്ടിബ്രേറ്റ്സ്. അപ്പോൾ എക്കിനോഡേംസും വെർട്ടിബ്രേറ്റ്സ് എന്ന് പറയുന്നത് ഇൻഡിറ്റർമിനേറ്റ് ക്ലീവേജ് ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്ലീവേജ് എന്ന് പറയുന്ന സെക്ഷനിൽ.